ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുക, അതുപോലെ നമ്മുടെ സർവീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുക. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒട്ടനവധി പ്രോബ്ലംസിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ സൊല്യൂഷൻ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യമാണ്. ഒന്നോ അതിലധികമോ പ്രോഡക്റ്റുകൾ അത്യാവശ്യമായിട്ട് വരും. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള്? ഒരു മരുന്ന് കുടിക്കൂ, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ടാബ്ലറ്റുകളും മരുന്നുകളും ഒക്കെ മിക്സ് ആയിട്ടൊക്കെ കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ സർജറി ചെയ്യും. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്യും. ശരിയല്ലേ? അപ്പോ ഞാൻ ഇവിടെ നിങ്ങളുടെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ എനിക്കറിയാം. കാരണം ഞാൻ ഈ ഒരു സംഭവത്തിൽ 13 വർഷത്തോളായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ അതിനുള്ള സൊല്യൂഷൻസ് പിന്നെ കുറച്ചധികം, അല്ലെങ്കിൽ ഒരു ഏഹ്, കുറച്ച് സെഗ്മെന്റ്സിന് മാത്രമേ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് രോഗങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് അത് ഏതൊക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചധികം ബിസിനസ്സുകൾക്ക് മാത്രമേ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സംഭവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ ഉപയോഗിക്കാറ് വാട്ടി, അല്ലെങ്കിൽ മിനി ചാറ്റ്, അല്ലെങ്കിൽ ഗല്ല ബോക്സ്, ഇങ്ങനത്തെ കുറെ സംഭവം ഞാനത് ഇഷ്ടപ്പെട്ട് എനിക്കത് പിന്നെ ഉപയോഗിച്ച് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഞാനത് പറയാറുണ്ട്. അതുപോലെ എന്റെ ക്ലയൻസിന് ഞാനത് റെഫർ ചെയ്യാറുണ്ട്. അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 പ്ലാറ്റ്ഫോമുകളും എന്റെ ക്ലയൻസുകൾ, എനിക്കറിയാവുന്നവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രൈസ് ഈ ഞാനും അതുപോലെ എന്റെ ക്ലയൻസ് ഒന്നും പ്രൈസ് നോക്കുന്നതാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ, നല്ല മരുന്നിട്ട് നല്ല കാശ് കൊടുക്കുക വേണം. സപ്പോസ് ഇതെല്ലാം ഒരു 4500-5000 റേഞ്ചിൽ മുകളിലേക്ക് വരുന്നതാണ്. അതില് ചിലത് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാശ് കൊടുത്താൽ മതി എന്ന് മാത്രം. അപ്പോ ഏഹ്, ഈ വാട്സപ്പ് ബിസിനസ് API അല്ലെങ്കിൽ ഇങ്ങനത്തെ സൊല്യൂഷൻസ് 1000 രൂപ മുതൽ ലഭ്യമാണ്. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് എനിക്കറിയാം, ഞാൻ പലതും ഒരു 20ഓളം ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്താണ്. അതില് 4-5 എനിക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ ധൈര്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനാണ്. അപ്പോ കാരണം അത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ എന്റെ അടുത്ത് പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരാതിരുന്നുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോ ഞാൻ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. അതില് ഞാൻ പറയുന്നത് ഈ ഗല്ല ബോക്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അപ്പോ സാധാരണ ഞാനിത് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ വരുന്നത്, നമുക്ക് ഫസ്റ്റ് വരുന്നത് കോൺവെർസേഷൻ, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആണ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെസ്സേജുകൾ അങ്ങോട്ട് അയക്കാനും ഇങ്ങോട്ട് അയക്കാനും എല്ലാം പറ്റും. സപ്പോസ് അവര് അയച്ച മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് പല രൂപത്തിൽ, ഇപ്പോ ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാവും, ക്ലോസ് ആയിട്ടുണ്ടാവാം, അങ്ങനെ പല സ്റ്റേജിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇതില് കോണ്ടാക്റ്റുകൾ ആഡ് ചെയ്യാൻ, അതിപ്പോ നമുക്ക് മാനുവലായിട്ട് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി കോണ്ടാക്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കമ്പനി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമുക്കിപ്പോ ഒരു ആള് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഇവിടെ വരും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോണ്ടാക്റ്റിലേക്ക് ആഡാവും. പിന്നെ വരുന്നത് ബോട്ടുകളാണ്, അതായത് ചാറ്റ് ബോട്ടുകൾ. ഞാൻ അതിന് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എനിക്ക് കാരണം അങ്ങനെയാണ് പറയേണ്ടത്. കാരണം നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അഭാവത്തില് 24 hours നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നത് പോലെ വർക്ക് ചെയ്യുന്ന, നമ്മള് കൊടുത്ത പണത്തിന് വർക്ക് ചെയ്യുന്ന ഒരാള് എന്നുള്ള രൂപത്തിലാണ്. അപ്പോ ആ രൂപത്തിൽ ഇതാക്കാം. ചാറ്റ് ബോട്ടിൽ കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതൊന്നും ഞാനിപ്പോ അധികം പറയുന്നില്ല. നമുക്കത് വരുന്ന വീഡിയോകളിലെല്ലാം കാണിക്കാം. ജസ്റ്റ് ഞാനത് കാണിച്ചു പോവുക എന്ന് മാത്രം. ഓക്കെ, ഇതിന്റെ എല്ലാം ടെംപ്ലേറ്റുകൾ ഉണ്ട് ഈ ഒരു സംഭവത്തിൽ. അതായത് വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള, നമുക്ക് ഓഡിയോ അയക്കാൻ, ടെക്സ്റ്റ് അയക്കാൻ,
പിന്നെ വീഡിയോ, പിക്ചറുകള്, പിന്നെ പ്രോഡക്റ്റ് എന്തെങ്കിലും അത് അയക്കാൻ, ടെംപ്ലേറ്റ് അയക്കാൻ, അതുപോലെ പിന്നെ വാട്സപ്പ് ഫ്ലോ എന്നൊരു സംഭവം ഉണ്ട്, അത് അയക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വാട്സപ്പിലൂടെ പേയ്മെന്റ് റിക്വസ്റ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെ അവരോട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എടുക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് കുറെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഇത് പല ആപ്ലിക്കേഷൻസും ഇത്രയധികം ഡീറ്റെയിൽസ് എടുക്കാനൊന്നും ഇല്ല. അതായത് ജസ്റ്റ് നമ്പർ ആയിട്ട്, ഫോൺ നമ്പർ ആയിട്ട്, മെയിൽ ആയിട്ട്, ഡേറ്റ് ആയിട്ട്, പിന്നെ ലൊക്കേഷൻ എടുക്കാന്, അതുപോലെ അവരോട് URL, പിന്നെ എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറയാന്, പിന്നെ ഓപ്ഷൻസ് ലിസ്റ്റ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. ഏഹ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതുപോലെ ആക്ഷൻസ്, ഡിലേസ്, പിന്നെ നമുക്ക് എന്തെങ്കിലും കേസ് അല്ലെങ്കിൽ എന്താ പറയാ സീക്വൻസുകൾ, പിന്നെ അതുപോലെ കണക്ട് ചെയ്യാൻ പല അപ്ലിക്കേഷൻസ്, സോഹോ CRM, പിന്നെ റേസർ പേ, ഗൂഗിൾ ഷീറ്റ്, ഷോപ്പിഫൈ, വൂക്കോമേഴ്സ്, ഹബ്സ്പോട്ട്, ലീഡ് സ്ക്വയർഡ്, സൂമിലേക്ക്, ഫോൺ പേയിലേക്ക്, സ്ട്രൈപ്പിലേക്ക്, ഇങ്ങനെ കുറെ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും നമുക്ക് സേപ്പിയർ എന്നുള്ള ഒരു പാമ്പ് എന്നുള്ള അപ്ലിക്കേഷന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോ നമുക്ക് എന്താ പറയാ, ഒരു പ്ലഗ് ആൻഡ് പ്ലേ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ ഒന്നിലധികം പേർക്ക് മെസ്സേജ് അയക്കുന്നതിനാണ് പറയുന്നത്. അത് നമുക്ക് പല സമയത്തും എന്താ പറയാ, നമ്മൾ അയക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇനീഷ്യലി ഒരു എന്താ പറയാ 250 കോണ്ടാക്ട് ആയിരിക്കും ഫേസ്ബുക്ക് നമുക്ക് തരിക. പിന്നെ അത് നമ്മൾ 1000ത്തിലേക്ക് മാറ്റും. പിന്നെ നമ്മൾ 1000 ആളുകൾക്ക് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10,000ത്തിലേക്ക് മാറ്റും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അത് 1 ലക്ഷം, അൺലിമിറ്റഡ്, അങ്ങനെ പോകും. പിന്നെ ആ ഒരു നമ്പർ ക്വാളിറ്റി, നമ്മുടെ നമ്പറിന് ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ യെല്ലോ ആവും, അതുപോലെ റെഡ് ആവും, ഇങ്ങനെയെല്ലാം മാറിക്കൊണ്ടിരിക്കും. ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ആൾക്ക് കിട്ടി, എത്ര ആൾക്ക് പിന്നെ സെൻഡ് ചെയ്തു, എത്ര ആൾക്ക് ഡെലിവേർഡ് ചെയ്തു, എത്ര ആൾ റീഡ് ചെയ്തു, എത്ര ആൾ റിപ്ലൈ ചെയ്തു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലൂടെ അറിയാം. പിന്നെ സീക്വൻസ് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇന്ന സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു ഇമെയിൽ സീക്വൻസ് ഒക്കെ എടുത്താൽ മതി. ഒരു ആള് നമ്മുടെ ആ ഒരു ഇമെയിൽ ലിസ്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആദ്യം ഒരു വെൽക്കം മെസ്സേജ്, പിന്നെ നമ്മളെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻസ്, പിന്നെ പ്രോഡക്റ്റ്, പിന്നെ അതിന്റെ ഓഫർ, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ വാങ്ങുന്നത് വരെയും നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു ഫണൽ രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അത് സീക്വൻസിന്റെ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ കൊമേഴ്സ്, അതിൽ നമുക്ക് ഫേസ്ബുക്ക് കാറ്റലോഗ് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിഫൈയുടെ വൂക്കോമേഴ്സിന്റെ ഒക്കെ കാറ്റലോഗ്, ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. പേയ്മെന്റ് ഇതിലൂടെ നമുക്ക് വാങ്ങാൻ പറ്റും. പേയ്മെന്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഇതിലൂടെ വാങ്ങാം. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇതിലൂടെ പറ്റും. പിന്നെ ഫ്ലോസ്, അത് ഫേസ്ബുക്കിന്റെ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച വാട്സപ്പിലൂടെയാണ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലൂടെ അല്ല, വാട്സപ്പിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് അതിന്റെ കറക്റ്റ് ആ ഒരു ഇത് ഉണ്ടാ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മളൊരു എന്താ പറയാ, ഒരു പിന്നെ ഒരു റിവ്യൂ മോഡലൊക്കെ നമ്മൾ ഒരു കസ്റ്റമറോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ടെസ്റ്റിമോണിയൽ രൂപത്തിൽ, അപ്പൊ പർച്ചേസ്, ഡെലിവറി, ഇപ്പൊ നമുക്ക് ആമസോണിൽ നിന്ന് വരുന്നിട്ടില്ല, അതൊരു ഫോം രൂപത്തിൽ വാട്സപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള സംഭവം. പിന്നെ ഇന്റഗ്രേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഞാൻ ഇതിലെപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഏത് അപ്ലിക്കേഷൻസും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ത് വേണം, അതിന്റെ ഓരോ ഇടയിൽ ഓരോ അപ്ലിക്കേഷൻസ് വേണം. അപ്പൊ നമുക്ക് സാധാരണ ഈ ഒരു വാട്സപ്പിന്റെ വാട്സപ്പ് ബിസിനസ് APIയും അതുപോലെ ഇപ്പോ നമ്മള് ഷോപ്പിഫൈ അല്ലെങ്കിൽ മറ്റുള്ള കണക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സേപ്പിയർ അല്ലെങ്കിൽ പാബ്ലി അല്ലെങ്കിൽ മെയ്ക്ക്, അങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്, ഇന്റഗ്രേറ്റ്ലി, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ
ചില അപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒന്നും ഏഹ്, ആവശ്യമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ അപ്ലിക്കേഷൻസ് നമ്മൾ കണക്ട് ചെയ്യാം. അപ്പൊ അതില് കുറച്ച് എണ്ണാണ് ഇത് ഒരു ഗല്ല ബോക്സും ഇതും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയത്. കലണ്ടലി അങ്ങനെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ഫേസ്ബുക്ക് ലീഡ് ആഡ്സിന്റെ ഫോമുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഫോമുകൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. വെബ് ഉപയോഗിച്ച് പിന്നെ നമുക്ക് എന്തും കണക്ട് ചെയ്യാം. ഗൂഗിൾ ഷീറ്റ് കണക്ട് ചെയ്യാം. അത് പിന്നെ എല്ലാ മിക്കവാറിലും ഉള്ളതാണ്. അതുപോലെ ഹബ്സ്പോട്ട്, കൈലാസ്, ലീഡ് സ്ക്വയർഡ് ഇങ്ങനത്തെ CRMകൾ കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ റേസർ പേ അല്ലെങ്കിൽ പേയ്മെന്റ് സൊല്യൂഷൻസ് വളരെ കുറവ് ഇതിൽ മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. കാരണം ഇത് ഉള്ളത് വളരെ നല്ലതാണ്. കാരണം നമുക്കൊരു സിമ്പിൾ പേയ്മെന്റ് റിക്വസ്റ്റ് എടുക്കാനും അത് കിട്ടാനും ഓൺ ദ സ്പോട്ടിൽ അവർക്ക് മെസ്സേജ് പോവാനും എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഇതിലൂടെ പറ്റും. പിന്നെ സോഹോ CRM എല്ലാം കണക്ട് ചെയ്യും. ഇങ്ങനെ കുറെ അധികം ഫെസിലിറ്റികൾ ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം അനലിറ്റിക്സ്, ഇപ്പൊ എത്ര കോൺവെർസേഷൻ വന്നു, എത്ര സോൾവ് ആയി, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അതുപോലെ എത്ര പെൻഡിങ്ങിലുണ്ട്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എത്ര ബോട്ട് സെഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ബോട്ടിനെ കുറിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അറിയാൻ പറ്റും. പക്ഷെ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അതിന്റെ സെറ്റിങ്സ് മറ്റുള്ള കാര്യങ്ങൾ, അതിപ്പോ നമുക്ക് ഇതിൽ പറയുന്ന ഒരു വാട്സപ്പ് ചാനൽ അല്ലെങ്കിൽ ഇതിൽ ഒന്നിലധികം നമ്പർ കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ എല്ലാത്തിലും ഒരു നമ്പറാണ് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്ലാനിലേക്ക് ഒരു നമ്പർ എന്നുള്ള രൂപത്തിലാണ് വരാറ്. ഇതിൽ എക്സ്ട്രാ ലേശം പേയ്മെന്റ് കൊടുക്കണം, എന്നാലും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും അതെല്ലാം പിന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ നമുക്ക് മെസ്സേജ് ക്രെഡിറ്റുകൾ സാധാരണ എല്ലാത്തിലും ഒരു 99 പൈസ. ഫേസ്ബുക്കിന്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് 75 പൈസയോ ആണെങ്കിലും സാധാരണ ഇപ്പൊ മെനിച്ചായിട്ട് വാട്ടിയിലെല്ലാം വരുമ്പോൾ നമുക്ക് 99 പൈസ എന്നുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് 83 പൈസ എന്നുള്ള രൂപത്തിലാണ് ഒരു മെസ്സേജിന് ഇതായിട്ട് വരുന്നത്. അപ്പോ കോൺവെർസേഷനിൽ നമുക്ക് ഉണ്ടോ, ഞാനിപ്പോ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു പേയ്മെന്റ് റിക്വസ്റ്റ് അയക്കാണ്. റിക്വസ്റ്റ് പേയ്മെന്റ്. ഓക്കെ. അപ്പൊ എന്തിന് ഏത് ഏത് കറൻസിയിലാണുള്ളത്. അപ്പൊ ഞാൻ US അല്ലെങ്കിൽ ഏത് ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 1000 രൂപ പ്രോ ചാർജസ്. ഓക്കെ. ഇത് അവർക്ക് സെൻഡ് ആവുകയാണ്. സെൻഡ് ആയി കഴിഞ്ഞ് ഇത് എന്ത് ചെയ്യും, അത് കിട്ടും. അപ്പോ അവർക്ക് ഈ ഒരു പേനോ ക്ലിക്ക് ചെയ്തിട്ട് അത് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ തന്നെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് പോകും. അവിടെ UPI ഉപയോഗിച്ചിട്ടോ കാർഡ് ഉപയോഗിച്ചിട്ടോ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് ചെയ്യാൻ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇവിടെ എന്താവും, കൺഫർമേഷൻ കിട്ടും, അവർക്കും കൺഫർമേഷൻ കിട്ടും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ ഒക്കെ ആണെങ്കിൽ അതൊക്കെ സിമ്പിൾ ആയിട്ട് ഇതിലൂടെ തന്നെ പേയ്മെന്റ് വാങ്ങാവുന്നതാണ്. ഇപ്പൊ ഒരു ചാറ്റ് ബോട്ടിന്റെ ഇടയിലൊക്കെ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ ഇനിയിപ്പോ എല്ലാവരും ചോദിക്കും. പ്രൈസിംഗ് പറയുന്നത് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ്. എന്റെ കാഴ്ചപ്പാടിൽ ഇത് വളരെ ലെസ് പ്രൈസ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ പലതും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയാ തരുന്ന ഫീച്ചേഴ്സിനുള്ള മൂല്യം അതുണ്ട്. വാല്യൂ ഫോർ മണി എന്ന് പറയില്ല, അത് ഇതിലുണ്ട്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലാത്ത വാട്ടിയെല്ലാം നമുക്ക് പ്രൈസിങ് തരുന്നത് 6000 രൂപയാണ്. ഓക്കെ. അപ്പോ ആ ഒരു പ്രോ ഇതിലുള്ള പ്ലാന് നമ്മൾ 4800 നമുക്ക് ഇറക്കേണ്ടി വരും. അപ്പൊ അത്രയും സംഭവങ്ങൾ ഇതിലുണ്ട്. പിന്നെ കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം നമ്മൾ മന്ത്ലി അടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് അടക്കും. ക്വാർട്ടർലി ആകുമ്പോൾ പ്രൈസ് മാറി, ഇയർലി ആകുമ്പോൾ പ്രൈസ് കുറഞ്ഞു. അത് ഒന്നിച്ചടക്കണം എന്നുള്ള ഇത് മാത്രം. എന്നാലും നമുക്ക് എന്താണ് അത്രയും കുറയാണ്. ഇപ്പൊ ഇതെല്ലാം കണ്ടോ, ഓരോ എക്സ്ട്രാ പേയ്മെന്റിന് അല്ല. ഇപ്പൊ ഷോപ്പിഫൈ ഇൻഡിക്കേറ്റ് ചെയ്യാൻ $5 അഡീഷണൽ യൂസേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ പെർ മന്ത് ഉള്ളു. ഇപ്പൊ ഇതിൽ തന്നെ ഈ ഒരു പ്ലാനിൽ തന്നെ നമുക്ക് ആറ് യൂസേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതന്നെ ധാരാളമാണ് എന്റെ അഭിപ്രായത്തിൽ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് മാനേജറെ
വേണമെന്നുണ്ടെങ്കിൽ 15,000 രൂപ. ഈ ഒരു 15,000 രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരാളാണ്. അപ്പോ ഈ ഒരു പ്രൈസിനാണ് നമ്മളൊക്കെ പറയുന്നത് ഒരു 8,000 എന്ന് പറയുന്നത്. 8,000 പറയുമ്പോൾ ഈ പെർ ഇയർ എത്രയാണ്? 96,000 വരും. പക്ഷെ ഇവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് 1,80,000 വരും. നമ്മളൊക്കെ ഇതിന് ചാർജ് ചെയ്തത് വെറും ഇയർലി ഈ പ്രൈസിന്റെ പകുതി പോലും പ്രൈസ് ചെയ്യുന്നില്ല. അപ്പോ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യണോ, അതിന് കാശ് കൊടുത്തേ പറ്റുള്ളൂ. ക്വാളിറ്റിയിൽ വേണോ, കാശ് ചെലവാക്കിയേ പറ്റുള്ളൂ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള ഒരു സംഭവമേ ഇല്ല. അപ്പോ നിങ്ങൾ ഇത് കാണുക, ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് വരുന്ന എല്ലാ സംഭവത്തിന്റെയും ഒരു ഔട്ട്ലൈൻ. ഓക്കെ, ഇതിന്റെ മൊബൈൽ ആപ്പ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.